ജീവിതത്തിൽ ചില അനുഭവങ്ങൾ നമ്മെ പൂർണ്ണമായും തകർത്ത് കളയും. അപകടങ്ങളും അതിക്രമങ്ങളും പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും അപ്രതീക്ഷിതമായ നഷ്ടങ്ങളുമൊക്കെ ഇവയൊക്കെ ചിലപ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം സാധാരണമായി തോന്നുന്നു. എന്നാൽ അവന്റെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുകയാണ്. നിരാശയുടെ അവസരത്തിൽ താൻ കടന്നുപോകുന്ന ഈ പ്രത്യേക അവസരത്തെ എങ്ങനെയാണ് ആളുകൾ സഹായിക്കുന്നത്? ഒരു വ്യക്തി ഭയപ്പെട്ട ഒരു സംഭവം അനുഭവിച്ച ശേഷവും തന്നെ ഭയപ്പെടുത്തിയ ജീവിത അനുഭവങ്ങളോ ഓർമ്മകളോ ഒക്കെ വീണ്ടും വീണ്ടും തൻ്റെ മനസ്സിലേക്ക് വരികയും ചില സ്വപ്നങ്ങൾ കാണുകയും ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലും തനിക്ക് ഭയമായിരിക്കും. ആളുകളിൽ നിന്നും ഒക്കെ മാറി നിൽക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതൊക്കെ വിശ്വാസക്കുറവല്ല, ജീവിതത്തിലെ ദൗർലഭ്യവുമല്ല, അത് ഒരു മാനസികാവസ്ഥയാണ്. ചിലപ്പോൾ ഇതിൻ്റെ തോത് കൂടുമ്പോൾ ചികിത്സയും കൗൺസിലിങ്ങും ഒക്കെ കൊണ്ട് ആളുകളെ മെച്ചപ്പെടുത്താനാകുന്ന ഒരാരോഗ്യ പ്രശ്നമാണിത്. എന്നാൽ നിരാശയിലൂടെ കടന്നുപോകുന്ന മിക്ക പേരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇതെന്നെ ഇത്രമാത്രം ബാധിച്ചത് എന്ന്. ഞാൻ എപ്പോഴാണ് വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നത്? ചിലർക്ക് ജീവിതം തന്നെ വേണ്ട എന്ന് തോന്നലുണ്ടാകാം. അവർക്കൊന്ന് സന്തോഷിക്കുവാനോ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങുവാനോ മറ്റുള്ളവരെയൊക്കെ സാഹചര്യങ്ങളെ വിശ്വസിക്കുവാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകാം. ഈയൊരവസ്ഥയിൽ എന്താണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്? ബൈബിൾ നമ്മോട് പറയുന്നത് ദൈവം നമ്മുടെ വേദന കാണുന്നവനാണ്. സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ ദൈവം ദൂരെയല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ വാക്യം നമ്മെ ധൈര്യപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വേദനയിൽ ദൈവം നമ്മുടെ അടുത്തുണ്ട് എന്നാണ്. ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കണ്ണുനീരൊക്കെ കാണുന്നു. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെയാണ് തൻ്റെ ജനത്തോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നുവെന്ന്. ഈ ഒരു വാഗ്ദത്തം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ഉറപ്പാണ്. ബൈബിളിൽ പല വ്യക്തികളും പല മാനസികമായ വേദനയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ദാവീദ് രാജാവിനെ നോക്കൂ. പല സങ്കീർത്തനങ്ങളിലും അവൻ തൻ്റെ ഭയത്തെപ്പറ്റിയും വിഷാദത്തെപ്പറ്റിയും നിരാശയെപ്പറ്റിയുമൊക്കെ തുറന്നു പറയുന്നുണ്ട്. പക്ഷേ താൻ എപ്പോഴൊക്കെ നിരാശപ്പെട്ടോ അപ്പോഴൊക്കെ ദൈവത്തിൽ പ്രത്യാശ വെച്ചു എന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകനായ ഏലിയാവും ഒരിക്കൽ അതികഠിനമായ നിരാശയിൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവനല്ല, അതുകൊണ്ട് എൻ്റെ പ്രാണനെ നീ അങ്ങെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം അവനെ കുറ്റപ്പെടുത്തിയില്ല. അവൻ ആവശ്യമായ വിശ്രമവും ആഹാരവും ഒക്കെ നൽകി. പിന്നെ വളരെ ശാന്തമായ ശബ്ദത്തിൽ അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇവിടെ നാം കാണുന്നത് നമ്മുടെ ബലഹീന സമയങ്ങളിൽ ദൈവം നമ്മെ തള്ളിക്കളയുന്നില്ല, മറിച്ച് അവൻ കരുതലോടെ നമ്മോട് സമീപിക്കുന്നു എന്നതാണ്. ദൈവം നൽകുന്ന പ്രത്യാശ ഇതാണ്. നാം ദൈവത്തോട് തുറന്ന് സംസാരിക്കുക. പ്രാർത്ഥനയിൽ നമ്മുടെ വേദനകൾ ഒന്നും മറച്ചുവെക്കാതെ ദൈവമുൻപിൽ അർപ്പിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്വാസം കണ്ടെത്തുക. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തും. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളുമായിട്ട് സംസാരിക്കുക. നമ്മുടെ ഒറ്റപ്പെടലും നമ്മുടെ നിരാശയും നമ്മുടെ ഭാരവുമൊക്കെ അവരോട് സംസാരിക്കുവാൻ കഴിയുമ്പോൾ നമുക്ക് ആശ്വാസവും ലഭിക്കും. ദൈവമാണ് ഡോക്ടർമാരെയും കൗൺസിലർമാരെയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആശ്വാസം നൽകുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയുവാനും മടിക്കരുത്. ദൈവത്തിൻ്റെ ഭക്തർ ഇങ്ങനെ പാടിയത്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതെ ഇരുന്നിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 14:27 യേശു പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ സമാധാനം സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറുന്ന സമാധാനമല്ല, മറിച്ച് കലഹത്തിന് നടുവിലും നമ്മെ നിലനിർത്തുന്ന സമാധാനമാണ്. ജീവിതത്തിൽ നിരാശപ്പെടുന്നത്, ട്രോമയിലൂടെ പോകുന്നത്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. വേദനകൾ യാഥാർത്ഥ്യമാണ്.
പക്ഷെ അതിലും വലിയ യാഥാർത്ഥ്യം ദൈവത്തിന്റെ സാന്നിധ്യവും പ്രത്യാശയും ഏത് സാഹചര്യത്തിലും നമ്മോടൊപ്പം എപ്പോഴുമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ നിരാശയിലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഗോഡ് ഈസ് സ്റ്റിൽ റൈറ്റിംഗ് യുവർ സ്റ്റോറി. ദൈവത്തിന് നിങ്ങളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളൊരിക്കലും ഒറ്റപ്പെടാൻ ദൈവം അനുവദിക്കുന്നുമില്ല. നിങ്ങളൊരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും പ്രത്യാശയുണ്ട്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.